മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട കീരമ്പാറ പഞ്ചായത്തിൽ എംഎൽഎ ഷിബു തെക്കുംപുറത്തിന്റെയും കോതമംഗലം ഡിഎഫ്ഒയുടെയും നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തു. വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനത്തിലൂടെ വന്യജീവി വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള നടപടികളും ആരംഭിച്ചു. പതിവ് ശല്യക്കാരനായ കാട്ടാനയെ ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമായി. കീരമ്പാറ മേഖലയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് കീരമ്പാറ പഞ്ചായത്തിൽ ഷിബു തെക്കുംപുറം എംഎൽഎയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തു. വന്യമൃഗശല്യം കുറയ്ക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കീരമ്പാറ പഞ്ചായത്തിന്റെ വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടാനയുടെ വലിയ ശല്യം കാരണം വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉള്ളത്. ഇക്കാര്യത്തിൽ പ്രിയപ്പെട്ട ഡിഎഫ്ഒ കുറേയേറെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 3-4 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പരിപാടികൾ അദ്ദേഹം പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതുവരെ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചും അടുത്ത 3-4 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തത്. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. ട്രഞ്ച് നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുൻപ് മണ്ണിന്റെ സ്വഭാവവും സാങ്കേതിക സാധ്യതകളും വിലയിരുത്തുന്നതിനായി മണ്ണ് പരിശോധന നടത്താൻ തീരുമാനിച്ചു. ഇതിനായി കോതമംഗലം എംഎ കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും യോഗം വ്യക്തമാക്കി. ജനവാസ മേഖലകളിലേക്കെത്തുന്ന കാട്ടാനകളെ സുരക്ഷിതമായി വനത്തിലേക്ക് തിരിച്ചുവിടുന്നതിനും ആവശ്യമായ സാഹചര്യങ്ങളിൽ പുഴ കടത്തി വനമേഖലയിലേക്ക് മാറ്റുന്നതിനുമുള്ള ഏകോപിത നടപടികളും ചർച്ച ചെയ്തു. പ്രദേശത്ത് സ്ഥിരമായി അക്രമകാരിയായി കാണപ്പെടുന്ന മുറിവാലൻ എന്നറിയപ്പെടുന്ന കാട്ടാനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ച് സഞ്ചാരപാതയും നീക്കങ്ങളും നിരന്തരമായി നിരീക്ഷിക്കുന്നതിനും തുടർന്ന് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് പ്രദേശത്തു നിന്ന് മാറ്റുന്നതിനുമായി ബന്ധപ്പെട്ട സാധ്യതകളും യോഗം വിലയിരുത്തി. വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സംയോജിത പ്രവർത്തനത്തിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഫലപ്രദമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ സൂരജ് ബെൻ, റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാർ, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുല്ലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.